അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നാദസ്വരത്തിനകത്ത് വരുന്ന ഊത്ത് റീഡെന്ന് പറയും. അത് നമ്മുടെ സാധാരണ പാള ഉപയോഗിച്ചിട്ട് ഞാനിന്ന് ഉണ്ടാക്കാൻ ശ്രമിക്കുവാണ്. സാധാരണ ഇത് പാള വെച്ചല്ല ഉണ്ടാക്കുന്നത്. നമ്മുടെ മുള അല്ലെങ്കിൽ ഈറ പോലത്തെ ഒരു പുല്ലുണ്ട്, അത് ഉപയോഗിച്ചിട്ടാണ് യഥാർത്ഥത്തിൽ ആ ഊത്ത് ഉണ്ടാക്കുന്നത്. നമ്മളെന്തായാലും നമ്മുടെ ഈ ഒരു സാധനമേ ഉള്ളൂ, പാളയേ ഉള്ളൂ. അപ്പോൾ അത് വെച്ച് നമ്മളൊന്ന് ശ്രമിച്ച് നോക്കുവാണ്. ഈ അളവൊന്നും നോക്കണ്ട കേട്ടോ, ഇത് ഞാൻ കുറച്ച് വലുതായിട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നേ ഉള്ളൂ. അപ്പം പാള ഞാൻ കണ്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ സാൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ കനം നല്ലപോലെ കുറയ്ക്കണം. നല്ലപോലെ കനം കുറയ്ക്കണം. ഒരുപാട് കനം ഉണ്ടായിക്കഴിഞ്ഞാൽ ശബ്ദം ഉണ്ടാകത്തില്ല കേട്ടോ. അപ്പം നല്ലപോലെ ഉരച്ച് ഇതിൻ്റെ കനം നന്നായിട്ട് കുറച്ചെടുക്കണം. ഒന്ന് രണ്ടെണ്ണം നമ്മൾ ഉണ്ടാക്കിയെങ്കിലും അത് പന്നലായിപ്പോയി. കാരണം ഇങ്ങനെ ഉരയ്ക്കുമ്പോൾ പൊട്ടിക്കീറിപ്പോവും. ഉണങ്ങിയ പാള നമ്മളെടുക്കുമ്പോൾ അത് പൊട്ടിക്കീറിപ്പോവും. ഒരുപാട് പച്ചയോ അല്ലെ പഴുത്ത പാളയോ എടുത്താൽ നമുക്കിത് ഉണ്ടാക്കാനും പറ്റത്തില്ല. എന്നിട്ട് ഇതാണ്ട് ഇതേപോലെ വെള്ളത്തിനകത്ത് നമ്മൾ ഇത് കുതിർത്ത് വെക്കണം. ഒരു 2-3-4 മണിക്കൂർ നേരം നമ്മളിത് വെള്ളത്തിനകത്ത് മുക്കി വെച്ചേക്കണം. എങ്കിലേ ഇതിൻ്റെ കട്ടി ഒന്ന് കുറയത്തുള്ളൂ. എന്ന് വെച്ചാൽ ഒരു ഇത് കിട്ടത്തുള്ളൂ. മുക്കി വെച്ച് ഇതിൻ്റെ കട്ടി ഒന്ന് കുറയ്ക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് ഇത് വളച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ കട്ടി കുറയണമെങ്കിൽ ഇത് കുറേ നേരം ഒരു 4 മണിക്കൂറെങ്കിലും വെള്ളത്തിനകത്ത് മുക്കി വെച്ച് കഴിയുമ്പോൾ ഇത് നല്ല ഷേപ്പാവും. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വളയ്ക്കാൻ പറ്റും. വളയ്ക്കാനും തിരിക്കാനൊക്കെ പറ്റുന്ന ഒരു രീതിയിലോട്ട് മാറും. കണ്ടോ? ഇനി ഇവിടുന്ന് ഇതിൻ്റെ നടുഭാഗം വെച്ചിട്ട് നമ്മൾ രണ്ടായിട്ട് മടക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ സ്കെയിൽ ഉപയോഗിച്ചാണ് രണ്ടായിട്ട് മടക്കണം. തൽക്കാലം നമ്മൾ രണ്ടായിട്ട് മടക്കുന്നേ ഉള്ളൂ. പിന്നീട് എന്തായാലും നമുക്കിത് കട്ടിയാവുള്ളതാണ്. പക്ഷേ നമ്മൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ചെയ്തെടുക്കേണ്ടത്. ഇതേപോലെ കത്രി വെച്ച് ഒന്ന് അതിൻ്റെ അടിഭാഗം ഒന്ന് ഞാൻ ഒന്ന് ഉറപ്പിച്ചെടുക്കുന്നേ ഉള്ളൂ. പക്ഷേ എന്നിട്ട് നമ്മളിതിൻ്റെ ആ ഒരു ഷേപ്പുണ്ട്, ഒരു ഊത്തിൻ്റെ ഒരു ഷേപ്പുണ്ട്, ആ രീതിയിൽ കത്രി വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ അളവൊന്നും എനിക്ക് അറിയത്തില്ല. ഞാനത് യൂട്യൂബിൽ കണ്ടിട്ട് അതേപോലെ ഒന്ന് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് നൂലുപയോഗിച്ച് ഇതൊന്ന് കെട്ടിക്കൊടുക്കണം. ഇതേപോലെ രണ്ടായിട്ട് മടക്കി പിടിച്ചതിന് ശേഷം നൂലുപയോഗിച്ച് വെറുതെ ചുറ്റത്തേ ഉള്ളൂ കേട്ടോ. ടൈറ്റായിട്ട് ചുറ്റത്തില്ല, വെറുതെ ഒന്ന് ചുറ്റി ഒന്ന് കൊടുക്കത്തേ ഉള്ളൂ. ഒരുപാട് ടൈറ്റ് ആക്കാൻ പാടില്ല. ഇനി ഞാൻ ഇതേപോലത്തെ ഒരു കമ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ, മൊന ഉള്ളൊരു കമ്പ്. എന്നിട്ട് കണ്ട ഇതേപോലെ ആക്കിയതിന് ശേഷം ഇതിനുള്ളിലേക്ക് കയറ്റി വെച്ച് കൊടുക്കണം. ഒരു പൈപ്പ് പോലെ ആക്കിയതിന് ശേഷം അതിനുള്ളിലേക്ക് ആ കമ്പ് വെച്ച് കൊടുക്കണം. വീണ്ടും നമ്മളിത് ഉണക്കാനായിട്ട് വെക്കണം. വെയിലത്തല്ല, റൂമിനുള്ളിൽ തന്നെ വെക്കണം. ഞാൻ ഒരു ദിവസം കഴിഞ്ഞിട്ടാട്ടോ ഇതെടുത്തേ. അപ്പോഴും ആ ഒരു ഷേപ്പിലിരിക്കും. ആ ഒരു കമ്പ് വെച്ചതിൻ്റെ ആ ഒരു ഷേപ്പിലിരിക്കും. അതിൻ്റെ തുമ്പ് ഭാഗം മാത്രം, കുറച്ച് ഭാഗം മാത്രം ആ ഒരു ഷേപ്പിൽ വളഞ്ഞിരിക്കും. ബാക്കി നേരെ തന്നെ ഇരിക്കത്തുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുക. അപ്പം കുറേ സമയത്തെ പണിയുണ്ട്. ഇനി വീണ്ടും നമ്മൾ ഇതിൻ്റെ കട്ടി കുറയ്ക്കണം. ഇതിൻ്റെ അകഭാഗത്തെ കട്ടി വീണ്ടും നമ്മൾ കുറയ്ക്കണം. വീണ്ടും നമ്മൾ സാൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ കട്ടി വീണ്ടും കുറയ്ക്കണം. അതുകൊണ്ട് ഒരുപാട് നേരത്തെ പണിയുണ്ട്. നിങ്ങളിത് ചെയ്യാൻ വേണ്ടിയിട്ടല്ല കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ സാധനം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഞാൻ വിചാരിച്ചത് ഇത് ഉണ്ടാക്കിയതിന് ശേഷം ഒരു ഫ്ലൂട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ അത് നടക്കത്തില്ല. കാരണം നാദസ്വരം എന്ന് പറഞ്ഞ സാധനം തടി വെച്ചാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് പാടുപെട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. എന്നിട്ട് കണ്ട് ഇതേപോലെ നല്ല നൂല് നല്ല ടൈറ്റായിട്ട് ഒരു സൈഡിൽ കെട്ടി കൊടുക്കും. ഇനി നമ്മുടെ പശ ഉപയോഗിച്ചിട്ട് അതൊന്ന് ഒട്ടിച്ചും കൂടെ എടുക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ ശരിക്കും പണിയുണ്ട്. വീണ്ടും നമ്മളിത് കട്ട് ചെയ്ത് വിടും. മടക്കി വെച്ച സ്ഥലം കട്ട് ചെയ്ത് വിടണം. അതുകൊണ്ട് ഇതേപോലെ കട്ട് ചെയ്ത് വിടണം. അപ്പോൾ ഒരുപാട് ഈ ഗ്യാപ്പൊന്നും ഒരുപാട് ആവാൻ പാടില്ല. ഇനി കത്രി ഉപയോഗിച്ചിട്ട് അതും ഒന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്ത് മാറ്റണം. കാരണം അത് ഇച്ചിരി നമ്മൾ അടിച്ച് ചതച്ച ഭാഗമാണ്. അപ്പം കുറച്ച് പൊട്ടിയൊക്കെ ഇരിക്കും. അപ്പോൾ അത് കത്രി ഉപയോഗിച്ച് കട്ട് ചെയ്ത് ലെവൽ ചെയ്യണം. വീണ്ടും ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ നമ്മളൊന്ന് ഉരച്ചു കൊടുക്കണം. മോൾ ഭാഗത്തു നിന്നും ഉരച്ചു കൊടുത്ത് അതിൻ്റെ കട്ടി നല്ലപോലെ കുറയ്ക്കണം. ഒരു പേപ്പർ കനം പോലെ ആക്കി എടുക്കണം. നമ്മളങ്ങനെ ആക്കുമ്പോൾ ചിലപ്പോൾ ഇത് പൊട്ടിപ്പോകാനും പല്ലായിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. യഥാർത്ഥത്തിൽ ഇതൊരു പുല്ല് പോലത്തെ സാധനം വെച്ച് അത് ഉണ്ടാക്കുന്നത്. എങ്കിലേ കറക്റ്റ് ശബ്ദം കേൾക്കത്തുള്ളൂ. വീണ്ടും നമ്മൾ ഇതേപോലെ ഒരു കെട്ടും കൂടെ കെട്ടിയെടുത്തിട്ടുണ്ട്. സംഭവം ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പണി. ഇതിൻ്റെ കനം നന്നായിട്ട് കുറച്ചെടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു ഷേപ്പ് ഗ്യാപ്പ് വരാൻ പാടില്ല എന്നുള്ളതേ ഉള്ളൂ. ഇതേപോലെ കുറേ സമയത്തെ പണി പെട്ട് നമ്മളെന്തായാലും സംഭവം റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇതേപോലെ ചെറിയൊരു ഗ്യാപ്പേ വരത്തുള്ളൂ. ഊതുന്ന ഭാഗം 2 എണ്ണം ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഒരു വലുതും ഒരു ചെറുതും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ ഒരു ചെറുതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇതിൻ്റെ ശബ്ദം എങ്ങനെയുണ്ടോ നോക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് കേൾക്കുന്നുണ്ട്. ഇനി നമ്മളൊരു ചെറുതുണ്ടാക്കിയത് ഇതിൻ്റെ ശബ്ദം എങ്ങനെയുണ്ടോ നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറക്കാതെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത ദിവസം തന്നെ വരുന്നതായിരിക്കും.